ഇവിടെ നിൽക്കണ്ട്. നീ സ്കാനിങ്ങിന്റെ അവിടേക്ക് പോ. ആ അതെ ബേബി കളിയിൽ ഇവിടെ രണ്ടുപേരും കൂടി. വാ നല്ലത് നിന്റെ അപ്പനാ ഇവന്റെ അച്ചാച്ചനാ. കുത്തു കിട്ടില്ല അതവരൊന്നും പറയില്ല. ഡോക്ടറെ അടുത്തേക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോണ്. ഹോസ്പിറ്റൽ ചെക്കപ്പ് ഉണ്ടെന്ന്. പിന്നെ നമ്മുടെ ആദം ബേബിനെ ഒന്ന് പീഡിയാട്രിഷനെ കാണിക്കണം. അപ്പം അങ്ങനെ 2 പരിപാടികളുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകാൻ 1.25 വാക്സിനുണ്ട്. പിന്നെ അവന് ഈ കൊതുക് കടിച്ചിട്ട് ഫുള്ള് ഇങ്ങനെ മാന്തി പൊട്ടണ പോലെയാണ്, ഫുള്ള് ചൊറിച്ചില്. അപ്പോൾ പീഡിയാട്രിഷനൊന്ന് കാണിക്കണം. അപ്പം 2 പരിപാടിയുണ്ട്. അപ്പം ഞങ്ങൾ ഫാമിലിയെ പാടെ എല്ലാവരും കൂടിയേ പോണേ. എല്ലാവരും ഉണ്ട്. അസുകൂടിന് ഇഞ്ചക്ഷൻ വേണോ? ഇഞ്ചക്ഷൻ വേണമെന്ന് കുത്ത് വേണോ? നിനക്കും കുത്ത് തരാൻ പറയാം, നിന്നെയും കുത്താൻ പറയാം. വേണോ? അത് ബേബി അമ്മാമതയോന് 2 പേരും മറ്റേ പാടത്തേക്ക് പോകാനുള്ള പ്ലാനില്ലാന്ന് വെച്ച് ഇവിടെ നിൽക്കണേ. ഈ ഡ്രസ്സ് അമ്മിച്ചി മറ്റേ ഈസ്റ്ററിന് വാങ്ങി തന്ന ഡ്രസ്സായിട്ടാ ആശുപത്രി പോവാൻ വേണ്ടിട്ട്. ഫുള്ള് കടയുവാണേ. എവിടേക്ക് പോണ ആശുക്കുട്ടൻ? അമ്മയൊക്കെ വന്നിണ്ട്. വീട്ടിക്കാണോ പോണ നമ്മള് മരുന്നിരിപ്പള്ളിക്ക്? ഇറങ്ങണോക്കി വണ്ടി എടുക്കണ്ട. അത് ഹസിക്കുട്ട നിന്നെ കൊണ്ടുപോണില്ലല്ലോ. നമ്മള് ഫാമിലി പാടിട്ടാ ഹോസ്പിറ്റലിൽ പോണ. ഫാമിലി ട്രിപ്പാണ് ആശുപത്രിയിലേക്ക്. നല്ലത് നിന്റെ അപ്പനാ ഇവന്റെ അച്ചാച്ചനാ. കുത്തു കിട്ടില്ല, കുത്ത് കിട്ടില്ല. അച്ചാച്ചനല്ല അപ്പ. വണ്ടി എടുക്കണ കണ്ടിട്ട് ഇവിടെ ഒരുത്തം കാണിക്കണണ്ട. അച്ചാച്ചാന്ന് ഇപ്പൊ അപ്പനെ കയറി വിളിക്കണേ. അപ്പയുടെ പിന്നാലെ ഓടിക്കോ, അല്ലെങ്കി അമ്മ കൊണ്ടുപോയില്ല. കൊച്ചിപ്പോ ഓടില്ലാന്ന്. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോയില്ലേ? താക്കോലെടുത്തില്ലേന്ന്. ബൈ ബൈ. അതങ്ങോട്ട് പോവാണ്. കൊറേ ദിവസമായി അതങ്ങോട്ട് വണ്ടി കയറാൻ നോക്കിയിരിക്കുന്നു. ഉണ്ണി ആദമാവ് വീട്ടിൽ നീ അടിക്കല്ലേ? ആദമാവനെ ആദമാനൊക്കെ കൊണ്ടാക്കാട്ടതോട്. ആദമാവിനെ ആന്റിനെ കൊണ്ടാക്കാ, ഇവരുടെ വീട്ടിൽ കൊണ്ടാക്കാ. ഓ അച്ചാച്ചനെ കൊണ്ടാക്കണേ. നമ്മള് ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അമ്മച്ചി അപ്പുറത്ത് കൂടെ ഇറങ്ങുന്നുണ്ട്. ആദമാവ് സ്കൂട്ടിന് ഇറങ്ങി. എവിടെയാ ഇത്? എവിടെ? അപ്പാപ്പന്റെ വീട്ടിലാണോ? അപ്പാപ്പ കൊച്ചി പകച്ചു നോക്കണ്ടല്ലോ ആകെപ്പാടെ. ടോക്കണൊക്കെ എടുത്തു. ഈ സ്കാനിങ്ങിന്റെ ടോക്കൺ കൂടെ എടുക്കാനുണ്ട്. അപ്പൊ അതെടുക്കാൻ വേണ്ടിട്ട് നിക്കാം. ആദം ബേബിക്ക് പുതിയ കാർഡ് എടുക്കേണ്ടി വന്നു. ഒക്കെ ഇവിടെ നിൽക്കണ്ട്. നീ സ്കാനിങ്ങിന്റെ അവിടേക്ക് പോ. ആദം ബേബി കളിയിൽ ഇവിടെ 2 പേരും കൂടി. വാ മോളില് ഡോക്ടർ വന്നാവോ? അതുകൊണ്ട് ചോദിച്ചു നോക്കണം. കിട്ടിട്ട് കിടന്ന് കരയാനാണോ? അല്ലെങ്കിൽ ഡോക്ടർ കാണാൻ പറ്റും. ലാസ്റ്റ് ബില്ലടിച്ച് കഴിയുമ്പോ ഇഞ്ചക്ഷൻ എടുക്കുള്ളൂ അവര്. ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് എന്തിട്ട് കാണിക്കുന്നത്? ട്രൗസർ. ആദം ബേബിനെ കാണിക്കാൻ വേണ്ടിട്ട് പോകേണ്ടത് ഇവിടെയാണ് ഡോക്ടർ. ഞാൻ നോക്കട്ടെ, അവനോട് നിർത്തിക്കോ, വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഇത് നടക്കാം. ഡിന്നിനെ മറ്റേ സ്കാനിങ്ങിൻ്റെ അവിടെ നിർത്തിയിട്ട് ഇവിടെ പീഡിയാട്രിഷൻ്റെ അടുത്ത് നമ്മൾ വന്ന് വിളിക്കണേ. അപ്പൊ അവിടെ നിന്ന് വിളിക്കുന്നു. 15 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ വിളിക്കുന്നു. ഇവിടെ എനിക്ക് ഡോക്ടർ വന്നിട്ടില്ലേ? അവിടെ ഇവിടെ ഡോക്ടർ വന്നിട്ട് എന്തോ ലേബർ റൂമിൽ എന്തോ എമർജൻസി കേസായിട്ട് ആൾ അങ്ങോട്ട് പോയേക്കാം. അപ്പൊ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇരിക്കുക. ഇനിയിപ്പോ ഇവിടെ നിന്ന് താഴ്ത്തിക്ക് പോകണം.
നല്ല രസമുണ്ടല്ലേ അവര് സമ്മതിച്ചിരിക്കുന്നു. 1.25 വയസ്സായ കൊച്ചിന്റെ വെയിറ്റ് നോക്കണിതില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന സാധനം കണ്ടില്ലേ? അതന്നെ പറഞ്ഞ പോവാ നമുക്ക് താഴത്തേക്ക് പോവാം. ഇറങ്ങിക്കോ ടാറ്റ. ഇപ്പിടി താഴ്ത്തിക്ക് പോയിട്ടു താഴത്തേക്ക് പോയിട്ട് അവിടെ ഇരിക്കാം. അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാം ഡോക്ടർ വരുമ്പോ. അല്ല വീഡിയോയിൽ കാണുമ്പോ ഞാൻ വലിയ ഇപ്പൊ മിച്ചി ചെറുതായോ ദൈവമേ. അതവരൊന്നും പറയില്ല. റിസൾട്ട് ഇപ്പൊ തരില്ല. അത് ഡോക്ടറുടെ അടുത്തേക്ക് വരുള്ളൂ. എന്തിട്ടൊരു കാണിക്കണേ ദൈവമേ. കുടിച്ചു കഴിഞ്ഞാ ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് വേണോ? അന്നയാ ഏതന്നാ ക്യാൻറ്റീൻ്റെ അവിടെ നിൽക്കട്ടെ. മീനൊക്കെ കാണാൻ വേണ്ടിട്ട് ഒരുത്ത് നിക്കണോക്കി. ദേ ഒരുത്ത് ഇങ്ങോട്ട് പോന്നു. അതാണോ മീമി? ദൈവമേ വേണോ നിനക്ക്? ചൂടെടുക്കണ്ട. അകത്ത് പോയിരിക്കേ വാ. അപ്പാപ്പനാ? ഏതപ്പാപ്പൻ്റെ അരി പറയണേ? ചായ വെക്കണ്ടിരുന്നതാ. പയ്യെ വലിച്ചാ മതി. പയ്യെ വീഴും. അതല്ല ഇവിടെ നോക്കുമ്പോ 2 പിള്ളേര് അല്ലേ? കൈ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല പ്രശ്നം. കൈ പിടിക്കാൻ പറഞ്ഞ പിന്നെ കൈ വിടില്ല. ഹസിക്കുട്ടിന് വിടാൻ പറ്റില്ല. ആദ്യം ബേബിക്ക് വിടും. അതൊക്കെ ഉണ്ടാവും. അടങ്ങിട്. നീ പിടിക്കാൻ പറഞ്ഞില്ലേ? ഇനി പിന്നെ വിടില്ല. അടിക്കില്ല. രണ്ടുപേരും ഇവിടെ കളിക്കേട്ടതേ. ഇപ്പൊ നമ്മള് പീഡിയാട്രീഷ്യൻ്റെ എത്തി. നല്ല പരിപാടിയാ. ചേച്ചിക്ക് കൊടുത്തത് തന്നെ അവൻ. ചേച്ചിയുടെ അവൻ വണ്ടി വാങ്ങിച്ചു. അത് പിന്നെ അതത് എറിഞ്ഞു ഉപേക്ഷിച്ചു. നമ്മുടെ ആദ്യം ബേബിക്ക് ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ. ഉറക്കം വന്ന കാരണം ഭയങ്കര വാശി തുടങ്ങി. ഇനിയിപ്പോൾ ഡോക്ടറെ കാണുന്ന ടൈം ആകുമ്പോഴേക്കും കരച്ചിൽ ബഹളമായിട്ട് തുടങ്ങി. പീഡിയാട്രീഷ്യനെ കണ്ടു. വാക്സിൻ ഇനിയിപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. 1.5 വയസ്സിലെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വരുമ്പോൾ ഈ വാക്സിൻ എടുക്കാം. പിന്നെ ഇനി സ്കാനിങ് കഴിഞ്ഞു. സിൻഡോ ഡോക്ടറിൽ കാണാൻ ഡോക്ടറെ എത്തിയിട്ട് 11 നമ്പർ ഇരുന്നിട്ട് ഇപ്പോൾ ഒരു കുറേ നേരമായി ഇതുവരെ വന്നിട്ടില്ല. ആൾക്ക് കേസ് ഉണ്ടെന്ന് സിസേറിയൻ ഉണ്ടെന്ന് പോയി. അവിടെ ഫാങ്കർ കണ്ട് ഇവിടെ ഫാങ്കർ കണ്ട്. ഇവിടുത്തെ കാറ്റ് കുറവാന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഫാന് വയസ്സായിടാ. അവിടുത്തെ ഫാൻ പുതിയതാ. എവിടെ എന്തൊക്കെ കാണിക്കണേ? അതിന് ഉറക്കം വരുന്നുണ്ട്. അതിന് വാശി തുടങ്ങിയേക്കണ. ഇവിടെ ഫുള്ള് ഉണ്ണികളുള്ള മോനെ. എത്ര ഉണ്ണികളെ കാണാൻ ചെല്ലി. ഇവിടെ നിന്നാ മതി. വേണ്ട പോണു. ഞാൻ അതിന്റെ പിന്നെ നമ്മൾ നടക്കേണ്ടിരുന്നേ പോണു. മതി ചേട്ടനെ കൂടെ പോണു. ഈശോ ഞാൻ ചെന്ന അമ്മിച്ചല്ലേ പറഞ്ഞേ കൈ പിടിച്ചടക്കാൻ. തന്നോളൂ ചേട്ടാ. രണ്ടുപേരും കൂടി കൈ പിടിച്ച് പോകണ്ടേ പോണു. ചേട്ടാന്ന് പറഞ്ഞു. വാടാ കൈ പിടിക്കണ. അവനാണെങ്കിൽ കൈ പിടിക്കാൻ പാടില്ല. ഇവിടെ അവൻ പൊക്കോട്ടെ. അങ്ങനെ പോണ്ടെങ്കിൽ നല്ലതാ. എന്തോ കണ്ടുണ്ട്. എന്തോ പറയാൻ വന്നതാ. എന്താ പോന്നേ? ഉണ്ണീനെ കൊണ്ടുപോയിട്ട് കറിയിപ്പിച്ച് കൊടുന്നൂല്ലേ നോക്കാൻ പറഞ്ഞിട്ട്. പിന്നെ അവങ്ങോട്ട് പോന്നില്ലേ? ദേവന്
എങ്ങടെ പോണ്? നന്നായിണ്ട്. ദേ പോണ്. ഇപ്പഴേ ദേ പോണ് പെൺപിള്ളേരെ പിന്നല്ലേ. ഡോക്ടറെ കണ്ടിട്ടില്ല കേട്ടാ. ഡോക്ടറെ കാണാൻ കട്ട പോസ്റ്റ്. ഡോക്ടർ വന്നിട്ടില്ല. ഡോക്ടർക്ക് എന്തോ എമർജൻസി എന്തോ കേസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 1:30. ഇപ്പോൾ ഡിന്നറിൻ്റെ അടുത്ത് സ്റ്റെബിൻ്റെ അടുത്തും പോയി ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. ആദം ബേബി ഉറങ്ങി. ഹസിക്കുട്ടനാണെങ്കിലും കരച്ചിലും ബഹളമുണ്ട്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ഇനി കുറച്ച് നേരം കൂടി നിന്നിട്ട് അവർ വന്നില്ലെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു നീ പൊക്കോളാൻ പറഞ്ഞു. കാരണം കൊച്ച് വാശി പിടിച്ച് തുടങ്ങി. പിന്നെ മറ്റേ ഫാർമസിയിൽ പോയി മെഡിസിൻ വാങ്ങണം. ഇപ്പോൾ ടൈം സത്യത്തിൽ ആകെപ്പാടെ വയ്യാണ്ടായി. ഇതിപ്പോൾ എപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോവാമോ? മിക്കത് ഒരു 3 മണിക്ക് അവൻ എങ്ങോട്ടോ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് അല്ല ഇതിപ്പോൾ ഇത്ര കുറച്ച് അവരെ ഫുഡ് റെഡി കഴിഞ്ഞിട്ടും ഡോക്ടർ വന്നില്ലെങ്കിൽ അവരോട് ഞാൻ എന്തായാലും പൊക്കോളാൻ പറയും. കാരണം അവരെയും കൂടി വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ. പിന്നെ അവൻ എങ്ങോട്ടോ പോകാനും ഉണ്ട്. അപ്പം അമ്മിച്ച് അവനെ കൊണ്ട് ഫാൻ്റെ അടി നിൽക്കുക. ചൂടാണെങ്കിൽ ഭയങ്കര ചൂടും അതും സഹിക്കാൻ പറ്റണില്ല. അതിൻ്റെ വാശിയും എല്ലാം കൂടി ഉണ്ട്. രണ്ടുപേരും കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഞാൻ മരുന്ന് വാങ്ങിക്കാൻ നിൽക്കാം കേട്ടോ. ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കാം. വീട്ടിൽ പോയാൽ മതി. വണ്ടിയിലാണ് കേട്ടോ. അപ്പം കൊച്ച് ഇപ്പം ബ്രീച്ച് പൊസിഷനിലാണ് കിടക്കുന്നത് ഡോക്ടർ പറഞ്ഞത്. അപ്പം കൊച്ചിനെ ഇനി തിരിച്ച് നോർമൽ ഡെലിവറിക്കുള്ള പൊസിഷനിലേക്ക് ആക്കണം. മുൻപ് കറക്റ്റ് പൊസിഷനിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു പോയി. അപ്പൊ പിന്നെ നമ്മള് ഇങ്ങനെ തിരിക്കണം എന്നാണ് പറഞ്ഞയാള്. തിരിച്ച് നോക്കാം. ഒരു 70% ചിലപ്പോ തിരിയാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ല എന്നാ പറഞ്ഞേക്കണം. ഇപ്പൊ ഇനി നാളെ മറ്റന്നായിട്ട് അതിന് വേണ്ടിട്ട് ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ലേബർ റൂമിൽ 6 മണിക്കാകുമ്പോ വന്ന് ചെയ്യാന്നാ പറഞ്ഞേക്കണേ. ഇനി എന്താവും അറിയില്ല. എന്റെ ദൈവമേ, ദൈവത്തിനറിയാം. ഇവനും ഒക്കെ കറക്റ്റ് പൊസിഷനിൽ വന്നതാ. ഇതും കറക്റ്റ് പൊസിഷനിൽ വന്നതാ. എന്താ പറ്റിയാവും പുറത്തേക്ക് വരാണ്ട്? ഏത് കൊച്ചിന്? എന്റെ അമ്മച്ചത് പുറത്തേക്ക് വരണതല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല കൊച്ചുങ്ങള് പിന്നെ തിരിഞ്ഞു പോയാലും തിരിഞ്ഞു പോയിട്ട് ഡോക്ടർമാര് പറഞ്ഞു അമ്മച്ചി പറഞ്ഞാല് തിരിഞ്ഞ കൊച്ചു വീണ്ടും കൊച്ചിന് പുറത്ത് വന്നിട്ട് വന്നത് ഇഷ്ടല്ലാന്ന് തിരിഞ്ഞു പോയിന്ന് പാടി തുടങ്ങിയപ്പോ ഉണ്ണി തിരിഞ്ഞു പോയിന്ന്. ഉണ്ണീനെ അടിച്ചില്ലേ? ഉണ്ണി തിരിഞ്ഞു പോയി. ഉണ്ണിനെ നീ തരില്ല. ഈ ഉണ്ണിയല്ല, ഈ ഉണ്ണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.